ഹലോ, മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? ഈദൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമ്മളും തന്നെ ഈദൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഈദ് വ്ളോഗിടെ ഒത്തിരി വൈകി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈദ് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഇനി. അപ്പോൾ അങ്ങനെ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അൻവർക്കും കുട്ടികളൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവർ ഒരു 5:30 ആയപ്പോഴാണ് പള്ളിക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ പള്ളിയിൽ പോയപ്പോൾ അൻവർക്ക് അവിടുന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ. പള്ളിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസാണ്. പിന്നെ നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം വീട്ടിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് നാട്ടിലൊക്കെ എല്ലാവരും വിളിച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അവരുടെ വീട്ടിലാട്ടോ നമ്മുടെ ഇന്ന് പെരുന്നാളിന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഉള്ള ഫുഡൊക്കെയാണ്. അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കമ്പനിയിൽ തന്നെയുള്ള ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ ഫുഡ് വന്നപ്പോൾ അതെല്ലാം കൂടെ കട്ട് ചെയ്ത് ശരിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ മട്ടൻ മന്തിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഒരു ഫുള്ളായിട്ടുള്ള മട്ടനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അൻവർക്ക് അവരുടെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടി കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് അൻവർക്കാൻ്റെ മുതലാളിയുടെ വീട്ടിലാണ് കേട്ടോ നമ്മൾ സാധാരണ കൂടാറ്. അപ്പോൾ അവർ നാട്ടിൽ പോയപ്പോൾ അവരുടെ മോനും വൈഫും കൂടെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മളെ വിളിച്ചിട്ടുള്ളത്. സാധാരണ ഇതിലേറെ ആളുകൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ കുറേ ഫാമിലികൾ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ആരും പ്രാവശ്യം ഇവിടെ ഇല്ല, എല്ലാവരും നാട്ടിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അൻവർക്കാൻ്റെ മുതലാളി അവരും നാട്ടിൽ പോയി. അവരെല്ലാവരും ഉണ്ടെങ്കിൽ ഇതിലേറെ രസമായിരിക്കും കേട്ടോ. ഇപ്പോൾ പ്രാവശ്യം ആളുകൾ കമ്മിയാണ്, കുറേ ആളുകൾ നാട്ടിലായതുകൊണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം സംസാരിച്ചിരുന്നപ്പോഴാണ് ചെറുതായിട്ട് മഴ തുള്ളിയിടുന്നത് കണ്ടത്. പെരുന്നാളായപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇത്തിരി കൊളായിട്ടോ. ആദ്യത്തെ പെരുന്നാൾ കുറച്ച് കൊളായ പോലെ, കാരണം മഴ പെയ്യുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് പോകാമെന്നുള്ള ഒരിതിൽ നിന്നു ഞങ്ങൾ കുറച്ച് സമയം. പിന്നെ ആകപ്പാടെ ഒരു മൂടി പിടിച്ചൊരു കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ പിന്നെ പോയത് ഹാഫ് മൂൺ ബീച്ചിലേക്കാണ്. ഞങ്ങളും അതുപോലെ തന്നെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല കുറച്ച് വൈകിയിരുന്നു. മഴ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിനാൽ ഇത്തിരി സമയം വൈകിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ബോട്ടിങ്ങിനാണ്. അപ്പോൾ ഞങ്ങൾ വൈകി ചെന്നതിനാൽ തന്നെ ബോട്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ പെരുന്നാളിൽ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടമായത്. ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ബോട്ടിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ പാളി. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അവിടെ തന്നെ ഒരു ഡെസേർട്ടഡ് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഞങ്ങളുടെ ബഗ്ഗിയൊക്കെ റെൻറ്റിനെടുത്തു. ബഗ്ഗി, അതുപോലെ ബൈക്ക്, പിന്നെ കുതിര സവാരി, ഒട്ടകം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങളുടെ അവിടെ കുറച്ച് സമയം ഇങ്ങനെ ബഗ്ഗിയൊക്കെ എടുത്ത് ഓടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ. നമ്മുടെ റെൻറ്റിനെടുക്കുമ്പോൾ നമ്മളെടുത്തത് ബഗ്ഗിയാണ്. പിന്നെ കുട്ടികൾക്ക് ചെറിയ ബൈക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് എടുത്തത്. നമ്മളെടുത്ത ഈ ബഗ്ഗിക്ക് ഒരു റെൻറ്റ് വരുന്നത് 60 റിയാലാണ് കേട്ടോ. ഒരു ബഗ്ഗിക്ക് 60 റിയാൽ. നമ്മളങ്ങനെ 2 ഫാമിലിക്കും കൂടെ അങ്ങനെ 2 ബഗ്ഗിയാണ് എടുത്തത്. നമ്മളിത് ഇവിടെ നിന്ന് തിരക്കില്ലാത്ത ഭാഗത്തേക്ക് പോയിട്ടോ. കാരണം ഇവിടെ നിറയെ ബൈക്കുകൾ ഓടിക്കുന്നുണ്ടായിരുന്ന ആളുകൾ. ഏത് ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കുതിരസവാരിയും പിന്നെ ഒട്ടകം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് നമ്മൾ റെൻറ്റിന് എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ സിത്തുട്ടീനെ ഒരു കഴുതപ്പുറത്തൊക്കെ കയറ്റിയിട്ട് അവൾക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണം, അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് കയറണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു. പിന്നെ ചെറിയ മോനൊരു ബൈക്കൊക്കെ എടുത്തെടുത്ത് അവരെയൊക്കെ കുറച്ച് സമയം ഒന്നിങ്ങനെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങളുടെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ച് അങ്ങനെ പോന്നു. അങ്ങനെ അത്രയായിരുന്നു കേട്ടോ നമ്മുടെ ഒന്നാമത്തെ പെരുന്നാൾ. അങ്ങനെ വലിയൊരാഘോഷമൊന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ പെരുന്നാളായപ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിരുന്നു. ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും മോളും അതുപോലെ മരുമോനും കുട്ടിയൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നെ അവരൊക്കെ കൂട്ടി നമ്മുടെ അൽഹസിക്ക് പോയിട്ടോ. അവർ റിയാദിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവർ ആദ്യം റിയാദിൽ നിന്ന് നമ്മളെ വീട്ടിൽ വന്നിട്ട് അവരും നമ്മളും കൂടി അൽഹസിൽ പോയിട്ടോ. അപ്പോൾ ആ പോണ വഴിയിലുള്ള കാഴ്ചകളാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്.
അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരറിയപ്പെടുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ എൻട്രൻസ്, ഗുഹയുടെ എൻട്രൻസ് ഇതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കണം. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല ക്രൗഡായിരുന്നു, പക്ഷേ എന്നാലും നമുക്ക് പാർക്കിങ്ങൊക്കെ കിട്ടി. പാർക്കിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം. വലിയ ആളുകൾക്ക് 50 റിയാലാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതുവഴി ഒരു ലിഫ്റ്റ് വഴി നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഗുഹേൻ്റെ തന്നെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളായിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ അവിടെ. ആ മ്യൂസിയം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഗുഹയ്ക്ക് കയറുന്നത്. അപ്പോൾ ഈ ഗുഹയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ കാണിച്ചു തരികയാണ്. അവരത് ആ ഗുഹ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഗുഹ കാണാൻ പോവേണ്ടത്. അപ്പോൾ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും അയക്കില്ല, നമ്മൾ പെട്ടെന്ന് ഇറങ്ങണം. ചെറിയൊരു ഭാഗമാണ്, വലിയൊരു മ്യൂസിയം എന്ന് പറഞ്ഞ് കാണിക്കാൻ മാത്രം വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അൽ ഹസിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഗുഹയുടെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ആദ്യം നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, നമ്മുടെ എത്ര ആളുകളുണ്ട് എന്നൊക്കെ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഗുഹയുടെ ഉള്ളിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഗുഹയുടെ പുറത്തുള്ള ഭാഗമാണ്. ഈ ഗുഹയുടെ ഉൾവശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അതായത് നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് കാണാൻ മാത്രമേ ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ ഗുഹയുടെ അടുത്ത് എത്താൻ. അപ്പോൾ തന്നെ നടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നല്ല ചൂടിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടൊന്നും ഉണ്ടാവില്ല. നല്ല തണുപ്പാണ് കേട്ടോ ഗുഹയുടെ ഉള്ളിൽ. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അധികം ഓവർ ചൂടോ എന്നാൽ അധികം തണുപ്പോ ഒന്നും ഇല്ലാത്ത നല്ല രസമായിരുന്നു കേട്ടോ. നല്ല നമ്മുടെ നാട്ടിലൊക്കെ കാലാവസ്ഥ പോലെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അവിടെ ഗുഹയുടെ തൊട്ടടുത്ത് എത്താൻ സമയം അവിടെ കുറേ തൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മിറർ കൊണ്ടുള്ള തൂണുകൾ. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കണോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ പക്ഷികളൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുക. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ കണ്ണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ആ ഒരു ഈഗിളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. അങ്ങനെ നമ്മുടെ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഗുഹ സ്റ്റാർട്ടിങ്. അപ്പോൾ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തുള്ള ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലെത്തുമ്പോൾ നല്ല തണുപ്പാണ്. ഈ ഗുഹയുടെ ഒരു മെയിൻ പ്രത്യേകത പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഗുഹയല്ല കേട്ടോ, അത് നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഗുഹയാണ്. അത് ആളുകൾ ഇങ്ങനെ പരിപാലിച്ച് വരണമെന്നുള്ളൂ, അല്ലാതെ ഇതിൽ ആളുകളുടെ ഒരു കലാവിരുദ്ധം ഇതിലില്ല കേട്ടോ. ഇതിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൽ കുറച്ച് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിലേക്ക് നമ്മുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലൈറ്റ്സും അതുപോലെ ഇവിടെ ക്യാമറകളും കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ ഇതിലേക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ മുകളിൽ നിന്ന് കുറേശ്ശെ ലൈറ്റ്സ് വരുന്നത് കാണാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ പൊക്കം. അപ്പോൾ നമ്മുടെ താഴ്ന്ന് മുകളിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇടവഴികളുണ്ടാവും കേട്ടോ. നല്ല കുറേ ഇടവഴികളുണ്ടാകും. അതുപോലെ അവിടെ തന്നെ പല ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ആളുകൾ ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി മറിയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതിൽ കയറാൻ നമുക്ക് പറ്റില്ല, പക്ഷേ സുഖമായിട്ട് ആളുകൾ കയറി ഇറങ്ങി വരുന്നുണ്ട്. ഉള്ളിലേക്ക് ഈ കാണുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഉൾഭാഗങ്ങളുണ്ട്. അവിടേക്ക് ഇരുട്ടാവുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെയൊന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും സൗദി അറേബ്യയിലുള്ളവരെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. അത്രയും നല്ല ചരിത്ര പ്രാധാന്യമായിട്ടുള്ളൊരു ഗുഹയാണ്. പിന്നെ നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രക്ക് അത്ഭുതമായിട്ട് തോന്നും കേട്ടോ നമ്മൾ ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ഗുഹയുടെ പുറത്തിറങ്ങിയ ശേഷം അൻവർ കിറ്റൊക്കെ ഇതിൻ്റെ മുകളിൽ പോയിട്ടോ. മുകളിൽ എല്ലാവർക്കും മുകളിലൊക്കെ കയറാം, അതായത് ഗുഹയുടെ മുകളിൽ കയറാം. മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നല്ല വ്യൂ ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറിയില്ല, കുട്ടികളെയും വെച്ച് അവർ കയറി. അതിനുശേഷം നമ്മുടെ അങ്ങനെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ ഫുഡ് കഴിക്കാൻ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുവരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഗുഹയുടെ ഉള്ളിൽ കയറിയിട്ട് ടൈം പോയതറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഇങ്ങനെ പോണ വഴിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു കനാൽ കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ശരിക്കും നമ്മുടെ നാട്ടിലൊരു ഫീല് തോന്നിട്ടോ. നമ്മുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തതുപോലെ ഒരു കനാലൊക്കെ ഉണ്ട്.
അപ്പോൾ ആ കനാലൊക്കെ ഒന്നിങ്ങനെ ഓർമ്മ വന്ന്. അപ്പോൾ ഇതിലെ വെള്ളം ചീത്തയാണ്, അതിൽ മീനൊക്കെ ഉണ്ടെങ്കിലും പിടിക്കരുത് കഴിക്കരുത് എന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ചീത്തയാണ് വെള്ളം. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉള്ളൊരു ചെറിയൊരു സൂ ഉണ്ട്. ആ സൂവിലൊക്കെ ഒന്ന് കുട്ടികളെ കാണിച്ച്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളാട്ടോ ഇനി കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ മൃഗശാലയ്ക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങൾ കുറച്ച് സമയമായപ്പോൾ നല്ല വൈകിയിരുന്നു കേട്ടോ. ഒരു 9-9:30 ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് തിരിച്ച് ദമാമിൽ തന്നെ എത്താനുള്ളതാണ്. അത്യാവശ്യം ലോങ് യാത്ര തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ പാർക്കിൽ പോകണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മാറ്റി വെച്ച് വേണ്ടാന്നാക്കി. കാരണം അതും കൂടെ പോയിട്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് വൈകും വീട്ടിലെത്താൻ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളങ്ങനെ വീട്ടിൽ പോയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ പിറ്റേത്തെ ദിവസമാണിത്. ഇത് നമ്മുടെ 3ാമത്തെ പെരുന്നാളാണ് കേട്ടോ. ഈ കാണുന്നത് 3ാമത്തെ പെരുന്നാളിന് നമ്മൾ എന്താ ചെയ്താൽ അറിയോ, ബഹ്റൈൻ പാലം കാണാൻ വേണ്ടി പോയി. റിയാദിൽ നിന്ന് വന്നവർക്ക് ബഹ്റൈൻ പാലം കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ ബഹ്റൈൻ പാലം ഉച്ചക്കാട്ടോ, അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഒരു 3-3:30 ആയപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ ഫുഡും കഴിച്ച് ആദ്യം നമ്മൾ ഫുഡ് പോയി കഴിച്ച് അതിന് ശേഷം അങ്ങനെ ബഹ്റൈൻ പാലം കാണാൻ പോയതാട്ടോ. അപ്പോൾ ബഹ്റൈൻ ബ്രിഡ്ജ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ, ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ടോ ഞങ്ങൾ ഈദൊക്കെ ആഘോഷിച്ചത്. പിന്നെ ഞങ്ങളുടെ അങ്ങനെ ബഹ്റൈൻ പാലത്തിൽ നിന്ന് അങ്ങനെ ചുറ്റിക്കിറങ്ങി വന്ന് പിന്നെ അവിടെ തന്നെ റോഡ് സൈഡിലൊന്ന് നിർത്തി ഫോട്ടോസൊക്കെ നിർത്തും. അവിടെ അങ്ങനെ നിർത്തി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങി വീഡിയോ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് പെട്ടെന്ന് കയറിയിട്ടോ. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറണം. വേറെ വണ്ടിക്കാരൊക്കെ നിർത്തി കണ്ടപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ നമ്മുടെ അങ്ങനെ കോബാറിലൊരു ബീച്ചിലും പോയി. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇവിടെ തന്നെ പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ട പാർക്കായതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈദ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്ക് എല്ലാവരും എടുത്തു. ബായ്.